ഒന്ന് വാ. ചായ എടുക്ക ഇപ്പൊ തന്നെ. ചായ ഒന്നും വേണ്ട. ചായ വേണ്ട, ഇങ്ങോട്ട് വാ. പറഞ്ഞോ എന്താ? ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വന്നൂടെ നിനക്ക്? ഓ എന്താ മണ്ടോദരി, എന്റെ ജോലി പോയി. ആ ജോലി പോയി. എന്തിനാ ജോലി പോയേ? എനിക്കറിയില്ല. ഏട്ടൻ ചോദിച്ചില്ലേ? അതൊന്നും ചോദിക്കാനുള്ള ഇടണ്ടായില്ല. ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോയത് ഇറങ്ങി പോടാ അവിടുന്ന് പറഞ്ഞു. പിന്നെ അവരോട് ഞാൻ എന്താ ചോദിക്കുക? അതും കേട്ട് ഇങ്ങ് പോന്നു. ഏട്ടൻ അവരോട് പറയായിരുന്നില്ലേ വേറെ ജോലി കിട്ടണവരെ അവിടെ നിർത്താൻ? അതൊന്നും അവരോട് പറയാൻ പറ്റില്ല. അവരോട് തർക്കിക്കാൻ പറ്റുമോ? അവര് വലിയ കമ്പനിക്കാരാണ്. ഏട്ടൻ എത്ര നിസ്സാരായിട്ടാ പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല. വീടിന് വാടക കൊടുക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എന്തോരം കടമുണ്ട്. ആ കടത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് എങ്ങനെ ഈ കടക്ക് വന്നത്. ഏട്ടാ ഇനി എന്താ ചെയ്യാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണാനുള്ളൂ. കണ്ടു. എന്താ? നീ എന്തെങ്കിലും ജോലിക്ക് വെക്കോ? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? അതിന് ഞാനില്ല ഇവിടെ. ഏട്ടാ അതിന് ഞാൻ ഇവിടെ ഉണ്ട്. ഏട്ടനാ ജോലിക്ക് പോകേണ്ടത്. ഞാൻ ജോലിക്ക് പോയാൽ മതി എന്നാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവാം. പക്ഷെ എന്റെ ഗമയ്ക്ക് പറ്റിയ ജോലി വേണ്ടേ? ഏട്ടൻ അന്വേഷിച്ചാൽ കിട്ടും. ഒരു ഗമക്കാരൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീ നിന്റെ ഒരു വളങ്ങതാ കൊണ്ടുപോയി പണയം വെക്കാൻ. ചെലവ് കഴിയണ്ടേ? അത് തീർന്ന ചെയിനുണ്ടല്ലോ. അത് കഴിഞ്ഞ കമ്മല്. അത് കഴിഞ്ഞ അപ്പോഴേക്ക് നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കുവോ? നിങ്ങൾക്ക് വലിയ എളുപ്പമായി പോയല്ലേ? എന്ത്? ഈ സ്വർണം പണയം വെക്കല്. കല്യാണത്തിന് 20 പവന്റെ ആഭരണം എന്റെ വീട്ടുകാർ നിങ്ങൾക്ക് തന്നതാ. അത് മുഴുവൻ കൊണ്ട് പണയം വെച്ച് തൊലച്ചു. അതിന് ഞാൻ പ്രതീക്ഷിക്കണില്ല. എന്നിട്ട് ഈ ബാക്കി കിടക്കണ മാല നിങ്ങൾക്ക് വേണമെന്നല്ലേ? ഞാൻ തരൂല. നീ 20 പവന്റെ കേമത്തരൊന്നും പറയണ്ട. എനിക്ക് 35 40 പവൻ കിട്ടും നമ്മ പറഞ്ഞാണല്ലോ. അയ്യോ 40 പവൻ എന്തിനാ? എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടേന്. ഈ താലിമാല ഞാൻ കെട്ടിയതല്ലേ? അതുകൊണ്ട് തന്നെയാ പറയണേ താലിമാല തരൂല്ലാന്ന്. അതെന്താ ഞാൻ ചോദിക്കുമ്പോ തരില്ല എന്ന് പറയണത്? എനിക്ക് സൗകര്യം ഇല്ല. അത് തന്നെ. നിങ്ങൾ പോയി വേറെ ജോലി കണ്ടുപിടിക്കാൻ നോക്ക്. ഈശ്വര, എന്താ ഇങ്ങനെ സംസാരിക്കണേ നീ എന്നോട്? ഇനി മിണ്ടരുത്. ജോലി കിട്ടണവരെ എന്നോട് മിണ്ടണ്ട. അതാ നല്ലത്. ഞാൻ കെട്ടിയ താലിമാല ചോദിക്കുമ്പോ അതും തരുന്നില്ല. ഞാനായതുകൊണ്ട് തിരക്കില്ല. വേറെ ആണുങ്ങളായി നോക്കണം. അടിയാണ് കിട്ടും. ഈശ്വര, എത്ര ദിവസം ഒരാളോട് മിണ്ടാതിരിക്കുക? എനിക്ക് പറ്റില്ല. ഇനി ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്ക് ഇത് ശുഭവേളയാണ്. ശകുനങ്ങളെല്ലാം നല്ലത്. ഒരു ഏടാകൂടത്തിനും പോയില്ലെങ്കിൽ തടി കേടാവാതെ വീട്ടിലിരിക്കാം. 10ാം ഭാവാധിപൻ 7-ൽ നിൽക്കുന്നത് കൊണ്ട് എതിരെ നിൽക്കുന്ന ശത്രുക്കളെല്ലാം പരാജയപ്പെടും. ലഗ്നാധിപൻ 9-ൽ നിൽക്കുന്നത് കൊണ്ട് ധനധാന്യ സൗഭാഗ്യം എന്ന് വെച്ചാൽ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത. ആയില്യം നക്ഷത്രക്കാർക്ക് ശുഭവേള. അതെ, ആലത്തൂർ ശീതളം പറയുന്നത് കേട്ടോ. ഒരു ഏടാകൂടത്തിൽ ആയില്യം ജാതക്കാർക്ക് നല്ല കാലമാണെന്ന്. പിന്നെ ഭയങ്കര നല്ല കാലല്ലേ? അതുകൊണ്ടല്ലേ ജോലി പോയത്. ആയില്യം നക്ഷത്രക്കാർക്ക് മുഹൂർത്ത ദോഷങ്ങൾ കൊണ്ട് തൊഴിൽ നഷ്ടം പോലുള്ളത് വല്ലതും സംഭവിച്ചാൽ ആയില്യം നക്ഷത്രക്കാർ ദുഃഖിക്കേണ്ടതില്ല. അവർക്ക് ധനാഗമ മാർഗങ്ങൾ വേറെ വരും. കണ്ടോ കണ്ടോ? ഈ ജോലി പോയാലും കുഴപ്പമില്ല, പണം വേറെ വരുന്ന പറയുന്നത്. ആ ജോലി പോയത് ഒരു കണക്കിന് നന്നായേ ഉള്ളൂ. ധനാധിപനെ ഉപാസിച്ചുകൊണ്ട് ഞങ്ങൾ വിശിഷ്ട വിധിയാൽ തയ്യാറാക്കിയ യന്ത്ര ലോക്കറ്റ് ധരിച്ചാൽ മതി. ഈ ലോക്കറ്റ് ധരിച്ചാൽ സാമ്പത്തിക ദുരിതങ്ങൾ പമ്പ കടക്കും. രാജയോഗം കൈവരും. ധനാകർഷണ യന്ത്രമടങ്ങിയ ഈ ലോക്കറ്റിന് വെറും 4499 രൂപ മാത്രമേ ഉള്ളൂ. ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെയിന് 3499 രൂപ. ഇന്ന് തന്നെ ഓർഡർ ചെയ്യൂ. സ്റ്റോക്ക് വളരെ പരിമിതമാണ്. യന്ത്രം കൊറിയറായി വീട്ടിലെത്തുമ്പോൾ മാത്രം പണം നൽകിയാൽ മതി. ആവശ്യക്കാർ ഇന്ന് തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. അതെ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമുണ്ടോ? നമ്മള് ഈ വാടക വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് വലിയ വീട് വെക്കും. വലിയ വീട് വെച്ചില്ലെങ്കിലും കടക്കാർ ശല്യപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു. നമുക്ക് ആ യന്ത്രം വാങ്ങിക്കാം. ഞാനത് വാങ്ങും. ഈ മാലങ്ങ് ഉരുത്ത. ഈ മാലങ്ങ് ഉരുത്ത. മണ്ടു മിണ്ടാതിരുന്നോണം. മണ്ടോ.